സക്കരിയ സ്വലാഹിയുടെ പ്രസംഗത്തിന് മറുപടി പറയലല്ല എന്റെ ജോലി. ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിച്ച പ്രസംഗത്തിന് മറുപടി പറയലാണ് എന്റെ ജോലി. അത് മറന്നുപോയോ? അത് മറന്നുകൊണ്ട് സംസാരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് വ്യവസ്ഥ, നിങ്ങൾ തീർച്ചയായും വ്യവസ്ഥ പാലിക്കണം. ഞാനിവിടെ വായിച്ചതെന്താണ്? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരുടെ മാർഗം അത് പിഴച്ച മാർഗമാണ്, ഫസാദിന്റെ മാർഗമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടെന്താണ്? വഅമ്മാ അഹ്ലുസുന്നത്തി അല്ലദീന ഫവ്വദു തദ്ബീറ വത്തക്വീന വൽഇബ്ദാഅ വൽ ഖൽഖ ഇലൽ ഹഖ് സുബ്ഹാനഹു വതആല. സർവകാര്യങ്ങളും പടച്ചതമ്പുരാനിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ വഅതഖദു, അവർ വിശ്വസിച്ചിരിക്കുന്നത് അന്നഹു ലാ മൂജിദ വലാ മുഅ്സിറ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ സൃഷ്ടിക്കുന്നവനും നന്മ സൃഷ്ടിക്കുന്നവനും അല്ലാഹയല്ലാതെ വലാ മുഅ്സിറ ഫലം ചെയ്യുന്നവനും അല്ലാഹയല്ലാതെ മറ്റാരും തന്നെയില്ല. ഫഹുമുല്ലദീന അസ്ലമു വുജൂഹഹും ലില്ലാഹ്, അവർ അവരുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. വഅവ്വലു ബിൽ കുല്ലിയത്തി അലാ ഫളില്ലാഹ്, ലോകത്ത് നടക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അത് അല്ലാഹുവിന്റേതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവരുടെ ജീവിതത്തിൽ അവർ അല്ലാഹുവിനെയാണ് സർവ്വ ആവശ്യങ്ങൾക്കും വിളിക്കുന്നത്. അവർ രക്ഷപ്പെടുമ്പോൾ അല്ലാഹുവാണ് രക്ഷപ്പെടുത്തിയത് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് കാവൽ ലഭിക്കുമ്പോൾ അല്ലാഹുവാണ് കാത്തത് എന്നാണ് പറയുന്നത്. ഇവർ ഒരു ആപത്തിൽ അകപ്പെടുമ്പോഴും മശായിഖന്മാര് കാത്തു എന്നല്ലേ പറയുന്നത്. മശായിഖന്മാര് കാത്തു. അഥവാ ഏതെങ്കിലും വാഹനങ്ങൾ മുട്ടി അപകടപ്പെടുമ്പോ അവർ ഉടനെ തന്നെ പറയുന്നെന്താ? അവർക്കൊന്നും പറ്റിയില്ലെങ്കിൽ അവർ പറയും ഞങ്ങളെ മശായിഖന്മാര് കാത്തു. എന്തേ അങ്ങനെ പറഞ്ഞാൽ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, മുഴുവൻ മേഖലകളിലും അല്ലാഹു അല്ലാത്തവരെ മനസ്സിൽ പൂജിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും വിശ്വാസവും മറ്റ് കാര്യങ്ങളും അല്ലാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചുകൊണ്ടും അല്ലാഹു അല്ലാത്തവരിൽ തവക്കുലാക്കിക്കൊണ്ടുമാണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ നിലപാടതാണ്. ഇതൊരിക്കലും ഇസ്ലാമല്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനല്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. അഥവാ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയില് അതിന്റെ വിശദീകരണമുണ്ട്. അഥവാ അന്നത്തെ ആളുകളൊക്കെ തന്നെ അവർ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അഥവാ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന രീതി നല്ലതല്ല. അതുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയില് മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി തങ്ങള് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ വായിച്ചു നോക്കാൻ കഴിയുമെങ്കിൽ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിലിപ്പോ ഹസറില്ലെന്നാണ് പറയുന്നത്. ഇമാം ബൈളാവിയെ പോലുള്ള മുഫസ്സിറുകൾ പറഞ്ഞിട്ടും ഹസറില്ലെന്നാണ് പറയുന്നത്. എന്തിനാണ് ഹസറില്ല എന്ന് പറയുന്നത്? ഹസറില്ല എന്ന് പറയുന്നത് അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകാൻ പറ്റുമല്ലോ ആരാധനകളുമായിട്ട്. അപ്പൊ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഇപ്പൊ പോയിട്ടുണ്ടോ ഇല്ലയോ? പോകാനുള്ള ഒരു ചാൻസിനാണ് മാത്രം എടുത്തു കളഞ്ഞിരിക്കുന്നത്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതില് മാത്രം എന്തിനാണ് എടുത്തു കളഞ്ഞത്? നിങ്ങൾ എന്തിനാണ് എടുത്തു കളഞ്ഞത് മാത്രം? ഇതേ ആവശ്യത്തിന് തന്നെയാണ് നിങ്ങൾ പടച്ചുണ്ടാക്കിയ ഈ കടുത്ത വലാലത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്നും മാത്രം എടുത്തു കളഞ്ഞത്. മുൻകാല പണ്ഡിതന്മാർ മുഴുവനും തഫ്സീറുകൾ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ ആ തഫ്സീർ പരിഭാഷകളിലൊക്കെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് തഫ്സീർ പരിഭാഷ എഴുതിയിരിക്കുമ്പോൾ ഇന്നത്തെ പുതിയ തഫ്സീറിൽ എന്തേ മാത്രം എടുത്തു കളഞ്ഞത്? എന്റെ കയ്യിലുണ്ട്, അതൊക്കെ എന്റെ കയ്യിലുണ്ട്. മുൻകാല പണ്ഡിതന്മാരൊക്കെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിനെ തഫ്സീർ പരിഭാഷ എഴുതുമ്പോ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. എന്തേ പറയാൻ നിവൃത്തിയില്ല. ഇവിടെ ഇല്ലാത്ത കടുത്ത വലാലത്ത് വാദിക്കുകയും അത് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ സാധാരണക്കാരായ ആളുകൾ പോലും ചോദിക്കൂലേ, ഇതെന്താ മുസ്ലിയാരെ
അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹ് പഠിപ്പിച്ചത് അങ്ങനെയല്ലേ? ഇത് പിന്നെന്താ നിങ്ങൾ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ പുണ്യമാണ്?